പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെയും ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല എന്നരുളി ചെയ്ത യേശുനാഥൻ്റെ നാമത്തിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ വചനത്തിനായി അവിടുന്ന് പേര് ചൊല്ലി മുദ്ര ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും വംശങ്ങളെയും ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കണമേ. എല്ലാ തടസ്സങ്ങളും മാറി വചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കാൻ തക്കവണ്ണം എല്ലാ കുടുംബങ്ങളിലും അന്തരീക്ഷം ക്രമീകരിക്കണമേ. ഇപ്പോൾ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. അത്ഭുതങ്ങൾ ഇപ്പോൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഇന്ന് വരെ സൗഖ്യമില്ലാത്ത രോഗങ്ങളിലേക്ക്, ഇന്ന് വരെ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക്, മനപ്പീഡകളിലേക്ക്, കുടുംബപരമായ തകർച്ചകളിലേക്ക് ദൈവത്തിൻ്റെ അത്യത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്ന അതിപ്രധാനമായൊരു പ്രബോധനമാണ്. നീ
എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. ഹല്ലേലൂയ. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. എന്നാൽ ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ അത്യത്ഭുത ശക്തി വ്യാപരിക്കുന്ന ഇടത്ത് മർക്കടമുഷി സ്വഭാവം കാണിച്ച്, താന്തോന്നിത സ്വഭാവം കാണിച്ച് ധാർഷ്ട്യത്തോടെ നിൽക്കുന്ന ഒരു രംഗം ബൈബിളിലുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അതിൻ്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ഏലീഷ പ്രവാചകൻ്റെ കാലഘട്ടം. സമരിയായിൽ ഉടനീളം അതികഠിനമായ ക്ഷാമം. അമ്മമാർ, കരുണാമയികളായ അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വേവിച്ച് തിന്നുന്ന കാലം. അതുപോലെ ക്ഷാമം ദേശത്ത് പടർന്നിരിക്കുകയാണ്. സമരിയ രാജാവും സമരിയ ഭരണകൂടവും വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ക്ഷാമത്തിൽ ഒരു രാജ്യം അമർന്ന്, രാജ്യം മുഴുവൻ ക്ഷാമത്തിൻ്റെ പിടിയിലമർന്ന് ദുരിതം അനുഭവിക്കുന്ന കാലഘട്ടം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ സമരിയ രാജാവും ഏലീഷ പ്രവാചകനും തമ്മിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. ഏലീഷ പ്രവാചകൻ സമരിയ രാജാവിൻ്റെ ദുഃഖവും സമരിയ രാജാവിൻ്റെ അവസ്ഥകളും കണ്ടപ്പോൾ ഏലീഷ പ്രവാചകൻ സമരിയ രാജാവിനോട് പറഞ്ഞു, നാളെ ഈ നേരത്ത് സമരിയയുടെ കവാടങ്ങളിൽ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 അളവ് ബാർലി 1 ഷെക്കലിനും വിൽക്കപ്പെടും. ഉടനെ ഒരു വികടബുദ്ധി, ഒരു മർക്കടമുഷ്ടി, വിനയമില്ലാത്തവൻ അവിടെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. രാജാവിൻ്റെ പടനായകൻ ഉടനെ ചാടി വീണു. അവൻ പറഞ്ഞു, കർത്താവ് ആകാശം തുറന്ന് കിളിവാതിലൂടെ തുരുതുരാന്ന് ഇങ്ങോട്ട് ഗോതമ്പ് ചാക്കുകൾ ഇട്ടാൽ പോലും ഇത് നടക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈ രംഗമാണ് രാജാക്കന്മാർ 2-ാം പുസ്തകം 7-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. രാജാവ് പടനായകൻ്റെ തോളിൽ ചാരി നിൽക്കുകയായിരുന്നു. പടനായകൻ ദൈവപുരുഷനോട് പറഞ്ഞു, കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നാൽ തന്നെ ഇത് നടക്കുമോ? പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നിടത്ത്, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നിടത്ത് മ്ലേച്ഛന്മാർ വ്യാപരിക്കരുത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അതിശക്തമായി പ്രവഹിക്കുന്ന സ്ഥലത്ത്, പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്ന സ്ഥാനത്ത് ഇതാ മ്ലേച്ഛൻ യാതൊരു കൂസലുമില്ലാതെ വാ തുറന്ന് വിളിച്ച് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴേക്കപ്പോഴേ ഏലീഷയിൽ നിന്ന് മറുപടി ഉണ്ടായി. ഏലീഷ പറഞ്ഞു, നീ നിൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ അത് കാണും, എന്നാൽ അതിൽ നിന്ന് തിന്നാൻ നീ ഉണ്ടായിരിക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. ഏലീഷായും രാജാവും തമ്മിൽ ദൈവികമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടനായകൻ വീണ് അവിശ്വാസം പറഞ്ഞ്, അവൻ്റെ തോന്നിവാസം പറഞ്ഞ്, മർക്കടമുഷി സ്വഭാവം പറഞ്ഞ് അവൻ അതിനിടയിൽ ബഹളം വെക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാത്മാവ് വ്യാപരിക്കേണ്ടത് മ്ലേച്ഛന്മാർ വ്യാപരിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് രാത്രി കർത്താവ് ആ ദേശത്തേക്ക് ഇറങ്ങി. സിറിയൻ പാളയം സമരിയയ്ക്ക് ചുറ്റിലും ഉപരോധം ഏർപ്പെടുത്തി, അതികഠിനമായ വലിയ ഉപരോധം ഏർപ്പെടുത്തി സമരിയയെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സിറിയൻ പാളയത്തിലേക്ക് ആ രാത്രി കർത്താവ് അതിശക്തിയോടെ ഇറങ്ങി. സിറിയൻ പാളയത്തിൽ സിറിയൻ സൈന്യത്തിൻ്റെ കാതുകളിൽ വലിയ സൈന്യത്തിൻ്റെ ശബ്ദം കർത്താവ് കേൾപ്പിച്ചു. സിറിയൻ സൈന്യം ഭയചകിതരായി. അവർ പറഞ്ഞു, ഇതാ സമരിയ ഒരുപാട് സൈന്യങ്ങളെ സഖ്യത്തിന് വിളിച്ച് നമുക്കെതിരെ വലിയ സന്നാഹവുമായി വരുന്നു എന്ന് പറഞ്ഞ് അവർ ഭയന്ന് വിറച്ച് ആ രാത്രി പലായനം ചെയ്തു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സിറിയൻ സൈന്യം പലായനം ചെയ്തപ്പോൾ അവർ മല പോലെ കുന്നുകൂട്ടിയിരുന്ന ധാന്യങ്ങളും അവർക്കുള്ള ഭക്ഷണശേഖരങ്ങളും സമരിയയിലെ രാജാവ് തൻ്റെ സൈന്യത്തെ അയച്ച് സമരിയ നാട്ടിലേക്ക് കൊണ്ടുവന്നു. സമരിയ നാട്ടിൽ മുഴുവൻ ഭക്ഷണത്തിൻ്റെ സമൃദ്ധി ഉണ്ടായി. ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ദാസനായ ഏലീഷ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ ഒരളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 അളവ് ബാർലി 1 ഷെക്കലിനും വിൽക്കപ്പെട്ടു. അപ്പോൾ
രാജാവിൻ്റെ അംഗരക്ഷകനോട്, പടനായകനോട് ഈ തിക്കും തിരക്കും കൂടെ ജനത്തിൻ്റെ നേതൃത്വം, ജനത്തെ ക്രമീകരിക്കാൻ രാജാവ് കൽപ്പിച്ചു. കാരണം ഒരുപാട് നാളുകൾ ക്ഷാമത്തിലിരുന്ന് ജനത്തിന് പെട്ടെന്ന് ഭക്ഷണം ലഭിക്കുകയാണ്. ജനം മുഴുവൻ ആർത്തിപൂണ്ട് ഒരുപാട് ആർത്തിയോടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ശേഖരിക്കുന്നതിന് തിക്കും തിരക്കും കൂട്ടുകയാണ്. അങ്ങനെ പട്ടാളം ജനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. പടനായകൻ എല്ലാം ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ജനത്തിൻ്റെ നിയന്ത്രണം വിട്ട് ജനം ഇരച്ചു കയറി. ജനത്തിൻ്റെ തിക്കിലും തളലിലും പെട്ട് പടനായകൻ നിലത്ത് വീണ് ജനം പടനായകനെ ചവിട്ടി അരച്ച്. പ്രൈസ് ദ ലോർഡ്. അവൻ മരിച്ച്. ദൈവത്തിൻ്റെ ദാസനായ ഏലീഷ വഴി കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞതുപോലെ പിറ്റേ ദിവസം ആ നേരമായപ്പോൾ ജനം മുഴുവൻ ഒരു അളവ് നേരിയ മാവ് 1 ഷെക്കലിനും 2 അളവ് ബാറൽ 1 ഷെക്കലിനും വാങ്ങി വലിയ സുഭിക്ഷത അനുഭവിച്ചു. എന്നാൽ അതിൽ നിന്നും തിന്നാൻ പടനായകൻ ഉണ്ടായില്ല. 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മണ്ണിൻ്റെ അടിയിലായി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംഭവം നമുക്കൊരു വലിയ പാഠം തരുന്നുണ്ട്. ദൈവാത്മാവ് വ്യാപരിക്കുന്ന ഇടങ്ങളിൽ നാം ഭയഭക്തികളോടെ വ്യാപരിക്കണം. പ്രൈസ് ദ ലോർഡ്. ദൈവാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളുടെ അരികിൽ നാം ഭയഭക്തികളോടെ വ്യാപരിക്കണം. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം. നീ എത്രമാത്രം ഉന്നതനാണോ നീ അത്രമാത്രം വിനീതനായി ദൈവസന്നിധിയിൽ വ്യാപരിക്കണം. പത്രോസ് അപ്പസ്തോലൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് വലിയ ശക്തിയോടെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന കാലഘട്ടം ആദിമസഭയിലെ സംഭവമാണ്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ അനനിയ സഫീറമാർ തങ്ങളുടെ സമ്പത്ത് വിറ്റ് അത് അപ്പോസ്തലൻ്റെ കാൽക്കൽ വെക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അനനിയ സഫീറമാർ ചിന്തിച്ചു, നമുക്ക് നാളെ എന്തെങ്കിലും ആവശ്യം വന്നാൽ കുറച്ച് പണം ഇവിടെ എടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ അവർ വസ്തു വിറ്റ് കിട്ടിയതിൻ്റെ ഒരു ഭാഗം എടുത്ത് മാറ്റി വെച്ച് ഒരു ഭാഗം അപ്പോസ്തലൻ്റെ കാൽക്കൽ കൊണ്ട് സമർപ്പിച്ചു. ഉടനെ അപ്പോസ്തലൻ ചോദിച്ചു, ഈ വിലയ്ക്ക് തന്നെയാണോ നിങ്ങൾ നിങ്ങളുടെ പറമ്പ് വിറ്റത്? അനന്യാസ് പറഞ്ഞു, അതെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതൊരു വല്ലാത്ത അതയായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനന്യാസ് മരിച്ചു വീണു. അനന്യാസ് മരിച്ചു വീണു. വളരെ വൈകി, നേരം വൈകിട്ട് അനന്യാസിനെ തിരിച്ചു കാണാതായപ്പോൾ സഫീറ സഹധർമ്മിണി അനന്യാസിനെ അന്വേഷിച്ചിറങ്ങി. പത്രോസ് അപ്പസ്തോലൻ്റെ അടുത്തെത്തി. അപ്പസ്തോലൻ സഫീറയോടും ചോദിച്ച്, ഈ വിലയ്ക്ക് തന്നെയാണോ നിങ്ങൾ നിങ്ങളുടെ പറമ്പ് വിറ്റത്? അവളും പറഞ്ഞു, അതെ. അവളും മരിച്ചു വീണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാത്മാവ് വ്യാപരിക്കുന്ന ഇടങ്ങളിൽ തോന്നിവാസ നടപ്പ് കർത്താവ് അനുവദിച്ചിട്ടില്ല. ദൈവാത്മാവ് വ്യാപരിക്കുന്ന ഇടങ്ങളിൽ നാം ഭയഭക്തികളോടെ നാം ശ്രദ്ധാപൂർവ്വം വ്യാപരിക്കണം. പ്രൈസ് ദ ലോർഡ്. ഇടവക ദേവാലയത്തിൽ പോകുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ, ദൈവിക ശുശ്രൂഷകൾക്ക് പോകുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, ആത്മീയ കൂട്ടായ്മകൾക്ക് പോകുമ്പോൾ, പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ, ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ നീ നിൻ്റെ വികട സ്വഭാവവുമായി നീ തോന്നിവാസം കളിക്കാൻ, നീ കൂത്താടാൻ നീ കൂട്ടായ്മകളിലേക്ക് പോകരുത്. ഹല്ലേലൂയ. ദൈവിക ഇടങ്ങൾ, ദൈവിക ശക്തി വ്യാപരിക്കുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ, ദൈവിക ശക്തി നിറഞ്ഞു നിൽക്കുന്ന പുണ്യസ്ഥലങ്ങൾ, ദൈവിക ശക്തി നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധരായ ദൈവദാസന്മാർ, ഇവരുടെ അരികിൽ ചെല്ലുമ്പോൾ നീ ദൈവത്തെ പരീക്ഷിക്കുന്നവനെ പോലെയോ, നീ ദൈവത്തെ വെല്ലുവിളിക്കുന്നവനെ പോലെയോ, നീ ദൈവത്തോട് കൊമ്പ് കോർക്കുന്നവനെ പോലെയോ നീ ആ സ്ഥലങ്ങളിൽ വ്യാപരിക്കരുത്. നീ ആ ഇടങ്ങളിൽ ദൈവിക വിശുദ്ധിയോടെ വ്യാപരിക്കാൻ, ദൈവിക കീഴ്വഴക്കത്തോടെ വ്യാപരിക്കാൻ നീ നിന്റെ ഹൃദയത്തെ നന്നായി ഒരുക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവപൈതലേ, നിന്റെ ഭവനം ഒരു വലിയ ദൈവിക ശക്തി നിറഞ്ഞു നിൽക്കുന്ന തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അരികിലാണെന്നിരിക്കട്ടെ, ഒരു ദൈവിക ശുശ്രൂഷ നടക്കുന്ന സ്ഥലത്തിൻ്റെ അരികിലാണെന്നിരിക്കട്ടെ, നീ ഒരു കൂട്ടായ്മയുടെ അധിപനാണെന്നിരിക്കട്ടെ, നീ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണെന്നിരിക്കട്ടെ, നീ സ്ഥിരം ശുശ്രൂഷയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, നീ ദേവാലയത്തിൽ വിശുദ്ധ കർമ്മങ്ങൾക്ക് സഹായിക്കുന്ന ഒരു സഹായിയാണെന്നിരിക്കട്ടെ, നീ ദൈവത്തിന് സമർപ്പണം ചെയ്ത ഒരു സമർപ്പിതയോ ആണെന്നിരിക്കട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി വ്യാപരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് മല്ലടിച്ച് നീ നിൽക്കരുത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞ ഇടങ്ങളിൽ, ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞ സ്ഥലങ്ങളിൽ, ദൈവിക കാര്യങ്ങളിൽ വ്യാപരിക്കുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യം, വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും, അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തും. പ്രിയപ്പെട്ട ദൈവപൈതലേ, നീ ദൈവവിചാരം വിട്ട് അവിടെ പെരുമാറരുത്. നീ ദൈവത്തിന് വിപരീതമായി മനസ്സോടെ കൂടി നീ ദൈവീയ കാര്യങ്ങളിൽ നീ വ്യാപരിക്കരുത്. നീ ദൈവത്തോട് മറുതലിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് നീ പെരുമാറരുത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യത്തെ അവഗണിച്ച്, അവിടുത്തെ പരിശുദ്ധമായ സാന്നിധ്യത്തിൽ തോന്നിവാസം കാണിക്കാൻ തക്ക വിധം ഹൃദയം കഠിനമായിരിക്കുന്ന മക്കളുടെ ഹൃദയങ്ങളിലേക്ക് അവിടുന്ന് ഇപ്പോൾ വ്യാപരിക്കണമേ. ദൈവിക കാര്യങ്ങളെ വിലമതിക്കാനുള്ള അഭിഷേകം നഷ്ടപ്പെട്ട മക്കൾക്ക് ദൈവിക കാര്യങ്ങളെ വിലമതിക്കാനുള്ള അഭിഷേകം അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ദൈവാത്മാവിനെയും ദൈവാത്മാവിൻ്റെ സ്വരങ്ങളെയും വിവേചിച്ചറിയാനും വിലമതിക്കാനും അങ്ങയുടെ ദാസന്മാർക്കും ദാസിമാർക്കും കൃപകൾ നൽകണമേ. വിശുദ്ധ സ്ഥലങ്ങളെ അനാദരിക്കുന്ന പാപത്തിൽ നിന്ന് അങ്ങയുടെ ദാസന്മാരെയും ഭവനങ്ങളെയും സംരക്ഷിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ സ്തോത്രം, 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊരു വ്യക്തി വരുമ്പോൾ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ കർത്താവായ ദൈവ പൈതലോട് ആവശ്യപ്പെടുകയാണ്, ഭൂമിയിലെ രാജാക്കന്മാരെ, അത്യധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. ദൈവഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ദൈവത്തോട് ആദരവും ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് തുറവിയും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരി നാളുകളിൽ കർത്താവിനോട് മല്ലടിച്ച ദിനങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കാം. ദൈവമായ കർത്താവേ, ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ പൂർവികരും വഴി ദൈവീകമായ വഴികളോടും ദൈവവചനത്തോടും പരിശുദ്ധാത്മാവിനോടും മല്ലടിക്കുകയും അതിനെ അവഗണിക്കുകയും പുച്ഛിക്കുകയും നിന്ദിക്കുകയും സ്വന്തം വഴിയെ യാത്ര ചെയ്യുകയും ചെയ്ത നാളുകളെ ഓർത്ത് ഇന്ന് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ദൈവിക കാര്യങ്ങളോടും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളോടും ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന ദൈവദാസന്മാരോടും ദൈവവിചാരത്തോടും ദൈവഭയത്തോടും കൂടെ വ്യാപരിക്കാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവിക ഇടപെടലുകൾ ലോകത്തിലുണ്ടാകുമ്പോൾ ദൈവഭയത്തോടുകൂടി അതിനെ സ്വീകരിക്കാൻ, ദൈവിക വിചാരത്തോടെ ആ മേഖലകളിലൊക്കെ വ്യാപരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാ ദൈവമക്കളും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ധാർഷ്ട്യം, ധിക്കാരം, താന്തോന്നിത്തം, വഷള സ്വഭാവം, മൂഢത, ദൈവനിഷേധം, യുക്തിവാദത്തിൻ്റെ ആധിപത്യം, നിരീശ്വര ചിന്ത, എല്ലാ തരത്തിലുള്ള മൂഢതയും വിട്ടുമാറി ദൈവത്തോട് വിധേയത്വത്തിൽ ജീവിക്കാനുള്ള അനുഗ്രഹം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം ഈ നിമിഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് ലഭിക്കട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെ അവിടെ നിന്ന് കാണണമേ. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഭിഷേകം അങ്ങയുടെ ദാസന്മാരുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, വംശങ്ങളുടെ മേൽ, പാരമ്പര്യങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ വ്യാപരിക്കട്ടെ, കർത്താവിൻ്റെ ശക്തിയിൽ വിടുതൽ ലഭിക്കട്ടെ, കർത്താവിൻ്റെ ശക്തിയെ ശാപത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, കർത്താവിൻ്റെ ശക്തി ദൈവഭക്തി ലഭിക്കട്ടെ, ദൈവവിശ്വാസം ലഭിക്കട്ടെ, ദൈവാരാധനയ്ക്ക് അഭിഷേകം ലഭിക്കട്ടെ. ദൈവിക കൃപകൾ മങ്ങിപ്പോയവർ, ദൈവകൃപ നഷ്ടപ്പെട്ടു പോയവർക്ക് വീണ്ടും ഉണർവ് ലഭിക്കട്ടെ, വീണ്ടും ശക്തി ലഭിക്കട്ടെ, വീണ്ടും വിശ്വാസം ലഭിക്കട്ടെ, ദൈവത്തോട് ഐക്യം ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന.
ദ ലോർഡ്. എൻ്റെ പേര് സിസ്റ്റർ എലിസബത്ത് മേരി, CMC പാല വിളക്കുമാടം കോൺവെൻറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത്. 17 വർഷം മുമ്പ് 1.5 പൊക്കത്തിൽ നിന്ന് ഞാനൊന്ന് എടുത്തു ചാടി, താഴേക്ക് ചാടേണ്ടതായ ഒരു സാഹചര്യം വന്നു. 2 എരുമ 2 വശത്തു നിന്നും എന്നെ കുത്താനായിട്ട് വന്നു. അപ്പോൾ ഞാൻ താഴേക്ക് എടുത്തു ചാടി. ഞാനോർത്തു ഒരു പക്ഷേ എൻ്റെ കൈയും കാലും ഒടിഞ്ഞ് എനിക്ക് വളരെ അപകടം പറ്റുമായിരിക്കുമെന്ന്. കണ്ണു നിന്നോർ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. വേഗം വണ്ടി പിടിച്ചോണ്ട് വാസനെ വേഗം ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. എങ്കിലും അന്ന് എനിക്ക് സ്കൂളിൽ ഓഫീസ് ജോലിയായിരുന്നു. അത്യാവശ്യമായിട്ട് കോട്ടയത്തിന് പോകേണ്ട അത്യാവശ്യമുണ്ടായിരുന്നു. അപ്പം വീണ് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞുപോയി. എങ്കിലും എൻ്റെ മനസ്സിൽ തോന്നി, ഈശോ എന്നോട് പറയുന്നത് പോലെ സ്നേഹത്തിൽ എന്നോട് മുട്ടി നിൽക്കുന്നവനെ ഞാൻ സംരക്ഷിക്കും. ഞാൻ ധൈര്യത്തോടുകൂടി ഈശോയിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അന്ന് തന്നെ കോട്ടയത്തിന് പോയി. തിരിച്ച് ഓഫീസിലൊക്കെ പോയതിന് ശേഷം തിരിച്ചു പോരാൻ വയ്യാത്ത പോലെ വേദന വന്നു. പിന്നെ ഒരു വീട്ടിൽ കയറി കുറച്ച് മരുന്നൊക്കെ ബാമൊക്കെ കാലെ തിരുമ്മി അങ്ങനെയാണ് തിരിച്ച് കോൺവെൻറ്റിലെത്തിയത്. അതിനുശേഷം എൻ്റെ 2 കാലുമുട്ടുകൾക്കും അതിശക്തമായ വേദന 1-2 വർഷങ്ങളോളം. എനിക്ക് നടക്കാനൊക്കെ സാധിക്കുമെങ്കിലും ഓഫീസിലൊക്കെ പോകുന്നതിനായിട്ട് വണ്ടിയിൽ കയറാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും വേദന സഹിച്ചുകൊണ്ട് ഞാൻ എല്ലായിടത്തും അത്യാവശ്യ സാഹചര്യങ്ങളിലെല്ലാം പോകാനുള്ള കൃപ എനിക്ക് ഈശോ തന്നു. അതിനുശേഷം ഈശോ ഞാൻ അന്നും പ്രയർ ഗ്രൂപ്പുകളിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഈശോ എനിക്ക് അത്ഭുതകരമായി സൗഖ്യം തന്നു. എങ്കിലും ഇത്രയും അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നിയില്ല. സാവധാനമാണ് സൗഖ്യം കിട്ടിയത്. അങ്ങനെ 2 വർഷം കൊണ്ട് തീർത്ത് സുഖം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി തീർച്ചയായിട്ടും ഈശോ എനിക്ക് സൗഖ്യം തന്നതായിരുന്നു എന്നാണ്. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഇനി എനിക്ക് ഇത്രയും വലിയൊരു വേദന എൻ്റെ കാൽമുട്ടുകൾക്ക് എനിക്ക് തരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ 2 പ്രാവശ്യം ശക്തമായിട്ട് എൻ്റെ കാലുമുട്ടുകൾ ഇടിച്ച് ഞാൻ വീണു. ഞാൻ മഠത്തിൽ ആരോടും തന്നെ അത് പറഞ്ഞില്ല. എനിക്ക് വലിയ വേദനയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുകയും നടക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വേദന മുട്ടുകുത്തുമ്പം വേദനയുണ്ടെങ്കിലും കഷ്ടിച്ച സ്വല്പമൊക്കെ മുട്ടുകുത്താമായിരുന്നു. എന്നാൽ വണ്ടിയിൽ കയറാനോ സ്റ്റെപ്പ് കയറാനോ ഒക്കെ ഭയങ്കര വേദനയായിരുന്നു എനിക്ക്. ഇന്നലെ ഞാൻ ഇവിടെ വന്ന് ഞാൻ രോഗശാന്തിക്ക് വേണ്ടിയൊന്നുമല്ല ഇവിടേക്ക് കടന്നു വന്നത്. എനിക്ക് വേറെ പല അസുഖങ്ങളും അലർജികളൊക്കെ ഉണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറയണമെന്നുള്ള ഏക ആഗ്രഹത്തോടുകൂടി മാത്രമാണ് ഞാൻ ഈ ധ്യാന സെൻ്ററിലേക്ക് കടന്നു വന്നത്. വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ചാടി സ്തുതിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞു. ചാടി സ്തുതിക്കുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നെങ്കിലും ഞാൻ നന്നായിട്ട് ചാടി സ്തുതിച്ചു. 2ാമത്തെ സ്തുതിപ്പിന് ശേഷം ഞാൻ എൻ്റെ രോഗത്തെക്കുറിച്ചൊന്നും ഓർത്തില്ല. പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നി കാലിന് നല്ലൊരു ലഘുത്വം. അപ്പോൾ അച്ഛൻ വിളിച്ചു പറയുകയും ചെയ്തു പലർക്കും കാൽമുട്ടുകൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നൊന്നുമില്ല. അതിനുശേഷം ഞാൻ പോയി സ്റ്റെപ്പ് കയറി നോക്കിയപ്പോൾ എനിക്ക് യാതൊരു വേദനയും അനുഭവപ്പെട്ടില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈശോ എൻ്റെ 2 കാൽമുട്ടുകൾക്കും അത്ഭുതകരമായ സൗഖ്യം തന്ന് എന്നെ അനുഗ്രഹിച്ചു എന്ന്. എന്നോട് ചേർന്ന് എല്ലാവരും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കണം. എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് കർത്താവ് ചെയ്ത വലിയ അത്ഭുതത്തെ ഓർത്ത് തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. എൻ്റെ പേര് ജെയിംസ്. വീട് കൊട്ടേക്കാട്, തൃശ്ശൂർ അടുത്താണ്. ഒരു വർഷത്തിലധികമായിട്ട് ഇടത് കൈയിന് ഭയങ്കര വേദനയായിരുന്നു, ശക്തമായിട്ടുള്ള വേദനയായിരുന്നു. കൈ പൊന്തിച്ച് കൈയടിക്കാനോ അല്ലെങ്കിൽ ഭാരെടുക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു. എൻ്റെ 2 മക്കളും ജന്മന വയ്യാത്തവരാണ്. അവരെ എടുത്തു കൊണ്ടുപോയിട്ട് വേണം പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പക്ഷേ എനിക്ക് സാധിക്കില്ലായിരുന്നു. എൻ്റെ വൈഫാണ് എന്നെയൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്നത്. ഞാൻ ഉണ്ടെങ്കിൽ അവർ പോവുള്ളൂ. പക്ഷേ ഇവിടെ വന്ന് കൈ ഉയർത്തി അടിക്കാൻ പറയുമ്പോൾ എനിക്ക് വേദന സഹിച്ചിട്ടായാലും ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഇന്നലത്തെ ആരാധനാ സമയത്ത്
ഇടത് കൈയിന് ശക്തമായിട്ടുള്ള ഒരു മരവിപ്പ് ഫീൽ ചെയ്തു. തുടർന്ന് വേദന ആസകലം കൈമെന്ന് വിട്ടുപോയി ഭയങ്കര സ്ട്രോങ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇന്ന് വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഒരു വേദനയും അതിന് ശേഷം എനിക്ക് അനുഭവപ്പെട്ടില്ല. ഇന്നലെ അച്ഛൻ ആരാധനയ്ക്ക് പറഞ്ഞിരുന്നു 2 പേരിൽ ഒരു വ്യക്തി ഞാനായിരുന്നു. പക്ഷേ ഇപ്പോൾ സാക്ഷ്യം പറയാൻ ഞാൻ മനസ്സിങ്ങനെ ഇടപെട്ടായിരുന്നു. പക്ഷേ ദൈവം എന്നെ ഇറക്കി ധൈര്യം തന്ന് ഇവിടെ വന്ന് പറയാനായിട്ട് തോന്നിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര നാളുകളുടെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ്? 1 വർഷമായിട്ട്. 1 വർഷത്തോളമായുള്ള ഈ പീഡ കർത്താവ് എടുത്തു മാറ്റി അത്ഭുത സഭയ്ക്ക് നൽകി. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. സന്തോഷത്തോടെ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.